നമസ്തേ. ലോകത്തിലെ ആദ്യത്തെ വർഗീയത ആരംഭിക്കുന്നത് ഞാൻ ആരാധിക്കുന്നത് മാത്രമാണ് ദൈവമെന്ന വിശ്വാസ പ്രമാണത്തിലൂടെയാണ്. ആ പ്രമാണത്തിന്റെ ചുവട് പിടിച്ച് ആ ദൈവം മാത്രമാണ് ആരാധനയ്ക്ക് അർഹൻ എന്ന് ഏത് ഭാഷയിൽ വിളിച്ചു പറഞ്ഞാലും അത് രണ്ടാമത്തെ വർഗീയത. അങ്ങനെ വിശ്വസിക്കുന്നവർ മാത്രമാണ് നല്ലവർ, അല്ലാത്തവരെല്ലാം സൃഷ്ടികളിൽ മോശപ്പെട്ടവരാണ് എന്ന് പറയുന്നത് മൂന്നാമത്തെ വർഗീയത. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കരുത് എന്ന നിഷ്കൃഷ്ടമായ വിശ്വാസ പ്രമാണം ഉണ്ടെങ്കിൽ അത് നാലാമത്തെ വർഗീയത. അവരെ താൻ ആരാധിക്കുന്ന ദൈവത്തെ മാത്രം ആരാധിക്കുന്നവരാക്കാൻ വേണ്ടി അവരെ ആക്രമിക്കുന്നത് അഞ്ചാമത്തെ വർഗീയത. അവരെ ആക്രമിച്ച് അവരുടെ സ്വത്തുക്കളെല്ലാം കൊള്ളയടിച്ച് എതിർക്കുന്നവരെയെല്ലാം കൊന്നൊടുക്കി അവരുടെ ഭാര്യമാരെയും പെൺമക്കളെയും അവനവന്റേതാക്കി മാറ്റി അവരെ വംശനാശം വരുത്തുന്നത് ആറാമത്തെ വർഗീയത. ഈ വിധം ഒരു പ്രദേശത്തെ സാംസ്കാരിക വൈവിധ്യങ്ങളെല്ലാം ഇല്ലാതാക്കി ആ പ്രദേശത്തെ മതരാഷ്ട്രമാക്കി മാറ്റുന്നത് ഏഴാമത്തെ വർഗീയത. ഇങ്ങനെ മതരാഷ്ട്രമാക്കി മാറ്റിയ ശേഷം അവിടെ ഉണ്ടായിരുന്ന പൂർവികരെയെല്ലാം തന്റെ മതക്കാരാക്കി സ്വയം ആശ്ലേഷിച്ചതാണ് എന്ന് ആരെങ്കിലും അവകാശപ്പെട്ട് സ്വയം വെള്ള പൂശുന്നുവെങ്കിൽ അത് എട്ടാമത്തെ വർഗീയത. ജനാധിപത്യമോ മതേതരത്വമോ പാടില്ല എന്നും താൻ വിശ്വസിക്കുന്ന മതപ്രമാണമായിരിക്കണം രാഷ്ട്രത്തിന്റെ ഭരണഘടന എന്ന നിലപാട്, അത് ഒൻപതാമത്തെ വർഗീയത. ഇത്തരം കുട്ടക്കണക്കിന് വർഗീയതകളെ വിശുദ്ധമെന്നും പറഞ്ഞ് മനസ്സിലേറ്റി മറ്റുള്ളവരെ വർഗീയവാദി, ഫാസിസ്റ്റ്, ചാണകം, സംഘി എന്നൊക്കെ വിളിക്കുന്നുവെങ്കിൽ സംശയിക്കേണ്ട. അത് അവനിലുള്ള വർഗീയതയെ മറ്റാരും തിരിച്ചറിയാതിരിക്കാനുള്ള പത്താമത്തെ വർഗീയ തന്ത്രമാണ്. ഇത്തരം വർഗീയതയ്ക്കെതിരെ ഈ വിധം വിരൽ ചൂണ്ടിയിട്ടും ഇതിനെതിരെ അവലപിക്കാൻ വിരൽ തലപ്പ് കൊണ്ടുപോലും മടിക്കുന്നുവെങ്കിൽ അതിനർത്ഥം ഇത്തരം വർഗീയവാദികളെ അവർ ഭയക്കുകയോ താലോലിക്കുകയോ അനുകൂലിക്കുകയോ ചെയ്യുന്നു എന്നതാണ്. ഹിന്ദുത്വം പറയുന്നവരെല്ലാം BJPയെയും RSSനെയും വർഗീയവാദികൾ എന്ന് വിളിക്കുന്നവർ ഉത്തരമുണ്ടെങ്കിൽ പറയൂ, ആരാണ് വർഗീയവാദികൾ?